മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ. അതിൽ കുറഞ്ഞാലാണ് ഈമാൻ കുറയാം. യുക്തിവാദം, മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. സർവമത സത്യവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. ലിബറലിസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. ബിദ്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. മുഹറം മാസമായാൽ നമ്മളെ മാർസിലൊക്കെ കുട്ടികൾക്ക് നബിദിന പരിപാടി കൊടുക്കും, പാട്ടും പ്രസംഗമൊക്കെ. റബീഉൽ അവ്വൽ 12 പരിപാടിക്കുള്ള. മുഹറം മാസമായാൽ സുന്നികളല്ലാത്തവർ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന് പോസ്റ്റർ ഒട്ടിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറാണ് ബിദ്അത്തിന്റെ അസ്ലി. പക്ഷെ ഇത് ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇത് നമ്മക്കേ മനസ്സിലാവുള്ളൂ ഇതാണ് കുഴപ്പം പറ്റിയെന്ന്. ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ ആൾക്കാരെന്ന് അവർ പറയാം. സത്യത്തിൽ ഇതാണ് പറ്റിയിട്ടുള്ളത്. ബിദ്അത്ത് എന്ന് പറയുന്നത് ഈമാന്റെ നുഖ്സാനിയത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഈമാന്റെ കമാലിയത്താണ്. ഈമാൻ നുഖ്സാനിയത്തിലേക്ക് പോകുക മുഹമ്മദ് നബിയോട് താല്പര്യം കുറഞ്ഞാലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അസ്ല്, അടിസ്ഥാനം അതാണ്. ഇത് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ച് ഉഷാറാവും. ഇത് നമ്മളെ കുടുംബത്തേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. മക്കളിൽ ഈമാൻ നിലനിൽക്കണോ, മുഹമ്മദ് നബിയോട് താല്പര്യം ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മള് മക്കളും ഭാര്യയും പാപ്പിയും എല്ലാരും കൂടി ഒരു ടൂറ് പോകുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്തായാലും വണ്ടിയിൽ പാട്ടിടുമല്ലോ, ആ പാട്ട് വരെ മദ്ഹബ് നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുട്ടികളെ കൽബിക്ക് നബിതങ്ങളാണ്ട് കയറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനൊന്നും പറ്റൂല. ഈ ഇരിക്കണ എല്ലാവർക്കും കുനൂത്ത് ഓതുന്നതിന്റെ തെളിവറിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും കൈ ഇങ്ങനെയാണ് കെട്ടേണ്ടത് എന്നുള്ളത് തെളിവറിഞ്ഞിട്ടാണെന്ന അഭിപ്രായം എനിക്കില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും തറാവീഹ് 20 എന്നുള്ളതിൽ തെളിവറിയാം എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മളത് അന്വേഷിക്കണമില്ല. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കുറഞ്ഞാൽ പിന്നെ കൈയ്യെട്ടണതിന്റെ തെളിവും കുനൂത്ത് ഓതുന്നതിന്റെ തെളിവൊക്കെ അന്വേഷണം ആരംഭിക്കും. ഇതാണ് അസ്ല്. ഈ അസ്ലിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു പ്രത്യേകതയെ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇതിന് പൂർവികരായ ആളുകൾ ഈ ശൈലി ഉണ്ടാക്കി. റബീഉൽ അവ്വൽ 12 കുട്ടികളെ നബിദിന പരിപാടി നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ചെന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പൊ സദർ ഉസ്താദ് എന്ത് ചെയ്യും, കുട്ടികളെ പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂർ ഒഴിവിട്ടിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അതിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ട് ഹക്കാന കൊനമറൽ മക്കാബ് വിട്ട് നബി പക്കാ മദീന തണവായി അറേത് വെച്ചിടുക ഈരാള മുത്ത് ഷഹർ ബാറാൽ പൊറുത്ത വിറകേ എന്ന് പാടുമ്പോ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും, ലീവിന് വന്നവര്. ഒരു കീശേക്കൊന്നും ഇങ്ങനെ നോക്കും, കായെടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും. ഇതൊക്കെയാണ് പഴയ കാലത്തെ ആളുകളുടെ രീതി. ഇതുകൊണ്ടാണ് പഴമക്കാർക്ക് ഈമാൻ നിലനിന്നത്. നല്ലോണം ആലോചിക്കപ്പെടുന്നത് നമ്മളെ നാട്ടിലെ പള്ളിയില് നിസ്കരിക്കാന് 40 ആള് തികയായിട്ട് മൊല്ലാക്ക പാടത്ത് പോയി കന്നൂട്ടുന്ന ആളെ കൂട്ടിക്കൊടുന്ന് പള്ളിക്കുളത്തുനിന്ന് കള്ളിത്തുണി കുത്തിത്തിരിമ്പിച്ചിട്ട് എടുപ്പിച്ചിട്ട് 40 തേച്ച് ജുമ നിസ്കരിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മരിക്കാൻ നേരത്തെ പാടത്തുനിന്ന് കയറി വന്നിട്ട് മറിയമ്മോ കഞ്ഞിന്റെ വെള്ളം ചൂടുള്ളതുണ്ടോന്ന് ചോദിച്ചിട്ട് 2 കല്ല് ഉപ്പിട്ടുങ്ങാണ്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കട്ടിലുമ്മ നീണ്ടു നേർന്ന് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ടാണ് അവർ മൗത്തായിരുന്നത്. ഇന്ന് ഈ ഇരിക്കണ നമ്മൾ എത്ര മനുഷ്യന്മാരും മരിക്കണ കണ്ടു. ആരെ കെലിമല്യത്? ആര് കെലിമല്ലെന്നതാ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു വിഷയമല്ലേ? നിങ്ങൾക്കൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ലേ? ഈമാൻ നിലനിന്നിരുന്നത് അവർക്ക് മുഹമ്മദ് നബിയോട് അടങ്ങാത്ത താല്പര്യമാണ് എന്നതിനാലാണ്. ഇതിന്റെ അർത്ഥം നിസ്കരിച്ചണ്ടെന്നോ നോരുമ്പോൽക്കണ്ടെന്നോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം, അവർ ഈമാനിൽ വളരെ മുൻപന്തിയിലാണ്. അമല് ലേശം കുറവുണ്ടായിരുന്നു.
ഇന്ന് പുതിയ തലമുറ അമലിൽ ഒരു കുറവുമില്ല. റമദാൻ മാസം ഇതാ വരാൻ പോണു. റമദാൻ മാസം ആയാലും ദുഹർക്ക് അങ്ങാടിത്തെ പള്ളിയിൽ ഹൗലുക്ക് വെള്ളം അടിച്ചാലും തികയില്ല. കെരിയാണ് നിൽക്കിച്ചിട്ട്. പക്ഷെ കെരിമേലി മരിക്കണ ആൾക്കാർ എത്രണ്ണ? ഇതൊരു ചിന്താ വിഷയല്ലേ? ആണ്. എന്തുകൊണ്ട്? അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്ന ഫുറൂഇയാത്ത് ഇല്ലാത്തതുകൊണ്ടല്ല. അസ്ല് എന്നത് ഈമാനാണ്. അതില്ലാത്തതാണ് പ്രശ്നം. ഈമാൻ എന്ന അസ്ൽ ഉണ്ടാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം ഉണ്ടായിരിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതന്നെ സംഗതി. അത് നമ്മളെ വീട്ടിൽ വേണം, എല്ലായിടത്തും വേണം. ഒന്നതാണ് ഈമാനിക പുരോഗതി ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക. വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ വിവരം അവന് ഉപകാരപ്പെടണമെങ്കിൽ 2-3 കാര്യങ്ങൾ പാലിക്കണം. എന്നാലാണ് ഒരാളുടെ ഇൽമ അവന് ഉപകാരപ്പെടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഗുരുവിനെ ആദരിക്കുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇൽമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഉള്ള ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഗുരുവിനെ ആദരിക്കണം, എന്നാലേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഒരാൾ അധ്യാപകനെ, ഗുരുനാഥനെ ആദരിച്ചില്ലെങ്കിൽ 3 വിപത്ത് വന്നു ചേരും. എല്ലാ ഗുരു ഞാൻ തന്നെ കേട്ടോ. മദ്രസ പഠിപ്പിച്ച ആളാണെങ്കിലും. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു പരിപാടിക്ക് പോയി. വേങ്ങര. അപ്പൊ അവിടെ മദ്രസന്റെ 60ാം വാർഷികമാണ്. 60ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ മദ്രസ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനവും മദ്രസന്റെ 60ാം വാർഷികവും. അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്തു വെച്ചാല് 60 കൊല്ലമായി മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ഉസ്താദുമാരും വീട്ടിക്ക് തെരഞ്ഞുപോയി. എന്നിട്ട് ഹയാത്തുള്ള ആൾക്കാർക്ക് നീച്ച് നടക്കാൻ വയ്ക്കുന്നവരൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഓരോ ഹദിയ കൊടുത്തുങ്ങാണ്ട് ദ്വാരപ്പിച്ചുകൊണ്ട് പോന്നു. മരിച്ച ആളുകളുടെ ഖബർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് സിയാറത്ത് ചെയ്തു പോന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓന്റെ ഉസ്താദുമാരെ ഓർമ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ഇന്റെ ഉസ്താദ് ഉണ്ടാവില്ല, പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. പഴയ ആൾക്കാരോട് ഇപ്പൊ ഒരു 60-70 വയസ്സായവരോട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അത് കുന്നത്തല്ലേ മഹമ്മൂലാരാണ് ഇന്റെ ഉസ്താദ് എന്ന് പറയും. ആ പറഞ്ഞോട് തന്നെ ഉണ്ട് ഒരു അഭിമാനം. പുതിയ തലമുറയോട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാല് അങ്ങനെ ഒരാളില്ലാറ്. ചോദിച്ചു നോക്കി നിങ്ങള്. ഞാൻ ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അന്റെ ഉസ്താദ് എന്നിട്ട് ആളുണ്ടാവില്ല. അത് വലിയ വിഷയല്ലേ? ഒരു മനുഷ്യനാണ്ട് ഗുരുവിനെ മറന്ന ഇരുന്നിട്ട. ഗുരുവിനെ മറക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അക്രമമാണ്. ഗുരുനാഥനെ മറന്നു പോവുക. വല്ലാതെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ നാളെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അത് ഒരു കണ്ണടച്ചാളായിരുന്നു പറഞ്ഞു. വേറെ കുട്ടിയോട് എന്നാലും നിങ്ങൾ പറഞ്ഞപ്പോ ഓര് പറഞ്ഞു ആ പാലത്തിന്റെ അപ്പുറന്ന് വന്നിരുന്ന ഒരാളായിരുന്നു പറഞ്ഞു. ഞാൻ തവള എന്തേലേക്കാരെന്ന് പറഞ്ഞു. അല്ല എന്താ പറയാ അവരോട്? ഗുരുനാഥനെ മറക്കാന്ന്. അധ്യാപകനെ മറന്നാൽ, ഗുരുവിനെ മറന്നാൽ പിന്നെ അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. അപ്പോ പിന്നെ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും മനുഷ്യന്മാർക്ക്. അപ്പൊ ഗുരുവിനെ എപ്പോഴും ആദരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഉണ്ടാവും. അപ്പൊ ഒന്ന് ഗുരുനാഥനെ ആദരിക്കുക എന്നുള്ളതാണ്. ഗുരുനാഥനെ അനാദരിച്ചാൽ ഒന്ന് നിസ്യാൻ വന്നു ചേരുമെന്നാണ്. നിസ്യാൻ എന്ന് പറഞ്ഞാല് മറവി എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഇൽമ മറക്കുക എന്നല്ല. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഉപകാരം നഷ്ടപ്പെടുക എന്നാണ് ഇൽമിന്റെ മറവി. പരീക്ഷക്കൊക്കെ എഴുതാൻ കിട്ടും, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ സമ്മാനമൊക്കെ കിട്ടും. ആവശ്യ നേരത്തെ ആ സംഗതി ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗുരുവിനെ അനാദരിച്ചാൽ ഉണ്ടാവുന്ന സംഗതിയാണത്. രണ്ടാമത്തേത്, ഗുരുവിനെ അനാദരിക്കുന്നവർക്ക് റിസ്ക് തടയപ്പെടുന്നതാണ്. ഉജീനം, ഭക്ഷണം തടയപ്പെടും. റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസ്ക്കാണ്. വിസ റിസ്ക്കാണ്, പാസ്പോർട്ട് റിസ്ക്കാണ്, കച്ചവടം റിസ്ക്കാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസ്ക്കാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും കടമായി കൂടി വരുന്നു എങ്കിൽ, കട മനുഷ്യനുണ്ടാവും, പെരേറ്റിയ കട ഉണ്ടാവും, മക്കളെ കെട്ടിച്ച കട ഉണ്ടാവും. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും ഒരാൾക്ക് കടമായി വരുന്നു എങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. റിസ്ക് തടയപ്പെടുക ഗുരുവിനെ നിസ്സാരമാക്കിയവർക്ക് മാത്രമാണ്.
അല്ലാത്തവർക്ക് റിസ്ക് ഒരിക്കലും തടയപ്പെടില്ല, ബാക്കിയുള്ളതൊക്കെ തടഞ്ഞാലും. റിസ്ക് എന്ന് പറയുന്നത് ഗുരുവിനെ ആദരിച്ചവർക്കുള്ളതാണ്. 4ാം ക്ലാസ് പഠിക്കണ കുട്ടി സ്കൂള് വിട്ടിട്ട് പെരേക്ക് വന്നിട്ട് വാപ്പാട് പറയാണ്, വാപ്പ ഞങ്ങളെ 7 മാസം എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല്. അപ്പൊ വാപ്പ പറയാണ് അയാൾക്ക് പറ്റിയ പേരാണത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വജീനം തടയപ്പെടും. കാരണം വാപ്പ പഠിപ്പിക്കേണ്ട വിവരം അതല്ല. ശരിക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി ഇനി മേലാൽ പറയരുത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് റിസ്ക് തടയപ്പെടും. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തേത്, ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ അന്ത്യം ചീത്തയായി മരിക്കും. എന്താ ഈ അന്ത്യം നന്നാവുക, അന്ത്യം ചീത്തയാവുക എന്ന് പറഞ്ഞാൽ? അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാല് അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലാകുന്നതിനെയാണ് അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞത്.